നമുക്ക് വീണ്ടും പാർലമെന്റിലേക്ക് പോകാം. അവിടെ അംബേദ്കറെ കോൺഗ്രസ് അപമാനിക്കുന്നുവെന്നാരോപിച്ച് BJP എംപിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം പ്രതിഷേധിച്ചിരുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു. ഗൗതം, എന്താണ് പാർലമെന്റിന് മുന്നിൽ സംഭവിക്കുന്നത്? കൃഷ്ണരാജ്, ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. അംബേദ്കർ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇരുവിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. രാവിലെ 11 മണിക്ക് ഇരു സഭകളും ചേരുന്നതിന് മുൻപ് എംപിമാരുടെ വലിയ പ്രതിഷേധം ഈ പാർലമെന്റ് വളപ്പിൽ നടന്നു. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഭാഗത്തും, നേരെ മറിച്ച് അംബേദ്കറെയും അദ്ദേഹം വിഭാവനം ചെയ്ത ആശയങ്ങളെയും എല്ലാ കാലഘട്ടങ്ങളിലും അപമാനിച്ചിട്ടുള്ളത് കോൺഗ്രസും നെഹ്റു കുടുംബവുമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP എംപിമാരും മറുഭാഗത്ത് പ്രതിഷേധം തീർത്തു. ഇത് കയ്യാങ്കളിയിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിലുണ്ടായി. അതിനുശേഷം പിന്നീട് പാർലമെന്റിനകത്തും രാജ്യസഭയിലും ലോക്സഭയിലും ഒരുപോലെ പ്രതിഷേധം ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇരു സഭകളിലും നടന്നിട്ടുള്ള ചർച്ചകളാണ്. ആ ഭരണഘടനാ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ അവസരം ലഭിക്കുമ്പോഴെല്ലാം അടിയന്തരാവസ്ഥയുടെയും അതോടൊപ്പം തന്നെ നെഹ്റു കുടുംബത്തിന്റെ ഏകാധിപത്യത്തിന്റെയും എല്ലാം ചരിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇരു സഭകളിലും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം ചെയ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം 1951 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പലതവണ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണെങ്കിലും പിന്നീട് ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഇടപെടലാണെങ്കിലും അതിൻ്റെ എല്ലാം ചരിത്രം വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് പാർലമെന്റിൽ ഉണ്ടായത്. അത് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം ചെയ്തു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് അംബേദ്കറെ രാജ്യസഭയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിനിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധിക്ഷേപിച്ചു എന്ന ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസമായി ഇതേ ആരോപണം കോൺഗ്രസ് ഉയർത്തുകയും ഇന്നലെ വൈകുന്നേരം മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ AICC ആസ്ഥാനത്ത് അമിത്ഷായ്ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി. പിന്നീട് 5:30 ആകുമ്പോൾ BJPയുടെ കേന്ദ്ര കാര്യാലയമായ ദീൻദയാൽ മാർഗിലെ പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ നിലപാടുകൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഭരണഘടനാ ചർച്ചയ്ക്കിടയിൽ വലിയ തോതിലുള്ള ക്ഷീണം കോൺഗ്രസിന് രൂപപ്പെടുന്നു. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയുടെയും അതോടൊപ്പം തന്നെ നെഹ്റു പരിവാറിന്റെ ഏകാധിപത്യത്തിന്റെയും ഒക്കെ ചരിത്രം കൃത്യമായി തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തുടങ്ങിയവർ ഇരു സഭകളിലുമായി പ്രസംഗിച്ചത് വലിയ ക്ഷീണം ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാകാം ഒരുപക്ഷെ പ്രസംഗത്തിനിടയിൽ ഇത്തരത്തിൽ അംബേദ്കറെ അധിക്ഷേപിച്ചു എന്നൊരു ആരോപണവുമായി ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, ഈ BJPയുടെ ഒരു നീക്കം അത് വളരെ ശ്രദ്ധേയമാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമാണ് ആവശ്യപ്പെട്ടത് ഭരണഘടനയിന്മേൽ ചർച്ച അനിവാര്യമാണെന്ന്. പക്ഷേ പാർലമെൻറ്റിനുള്ളിൽ ഇരു സഭകളിലും നന്നേ പ്രതിരോധത്തിലാകും വിധം അല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന വിധം ഈ വിഷയത്തിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടായി എന്ന് ഓരോ ദിവസവും പുറത്തു വന്ന വാർത്തകൾ ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രിയുടെ മറുപടി അത്രമേൽ കുറിക്കുകൊണ്ടുവന്ന കാര്യവും സംശയമില്ലാതെ പറയാം. അങ്ങനെ പ്രതിരോധത്തിലായി നിൽക്കുന്ന കോൺഗ്രസിന് മറ്റു വഴികൾ തേടേണ്ടി വരുന്നു. അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെടുക തുടങ്ങിയ മറ്റു വഴികൾ തേടേണ്ടി വരുന്നു. മറുവശത്ത് അതേ വിഷയത്തിൽ അടിയുറച്ചു നിന്ന് വിജയിച്ചവർ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു, അല്ലേ? കൃഷ്ണരാജ്, അതുതന്നെയാണ്. അതായത് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും വിശദീകരിച്ചത് മുഴുവൻ ഭാരതത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമാണ്. പ്രത്യേകിച്ച് 1947 മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ അംബേദ്കറെ ഏത് രീതിയിലാണ് കോൺഗ്രസ് അവഹേളിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്ത ആശയങ്ങളെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്ന ഒരു ചരിത്ര വിശദീകരണമാണ് പ്രധാനമന്ത്രിയാണെങ്കിലും അമിത്ഷാ ആണെങ്കിലും നടത്തിയത്. നമുക്കറിയാം, ഈ ഭാരതരത്നയുമായി ബന്ധപ്പെട്ട് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ സ്വയം ഭാരതരത്ന പ്രഖ്യാപിക്കുകയും സ്വയമായി അതെടുത്ത് അണിയുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കർക്ക് ഭാരതരത്ന നൽകുവാൻ പോലും കോൺഗ്രസോ അതല്ലെങ്കിൽ നെഹ്റു കുടുംബമോ തയ്യാറായില്ല എന്ന ചരിത്രം BJP ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസ് ആണ് 1975-നും 77-നും ഇടയിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ എല്ലാ മൗലിക അവകാശങ്ങളും ഇല്ലാതാക്കിയത് എന്ന ചരിത്ര വസ്തുത സ്വാഭാവികമായും BJP ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇത് വലിയ തിരിച്ചടിയായി കോൺഗ്രസിന് ഈ ചർച്ച മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ
ആദ്യഘട്ടത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ച വേണം എന്ന് ആവശ്യം മുന്നോട്ട് വെച്ച കോൺഗ്രസിന് തന്നെ പിന്നീട് അടിയന്തരാവസ്ഥയുടെ ചരിത്രവും അതോടൊപ്പം തന്നെ രാജ്യത്തെ പല സർക്കാരുകൾ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറ്റിയ ഏതാണ്ട് 100-ലധികം സംസ്ഥാന സർക്കാരുകളെ ഇന്ദിരാ ഭരണകൂടം പിരിച്ചുവിട്ടതിന്റെ ചരിത്രം. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായും വിശദീകരിക്കുന്ന ഘട്ടത്തിൽ വലിയ ക്ഷീണം കോൺഗ്രസിന് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ രൂപപ്പെട്ടു എന്നത് ഒരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിലാകാം ഒരുപക്ഷെ അമിത്ഷായെ കടന്നാക്രമിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം. എന്തായാലും സഭയ്ക്കകത്തും പുറത്തും വലിയ പ്രതിഷേധം ഇരുവിഭാഗങ്ങളും നടത്തി. അതാണ് കയ്യാങ്കളിയിലേക്ക് വരെ ഒരു ഘട്ടത്തിൽ എത്തിയത്. കൃഷ്ണരാജ്.